അങ്ങനെ പള്ളി നിർമ്മിക്കപ്പെട്ടാൽ ആ പള്ളിന്റെ സ്വഭാവം പിന്നെ എങ്ങനെ അവിടെ നിന്ന് ഈ ഇയാളുടെ ആവശ്യത്തെ കൂടാൻ പറയണത് അവിടെ ആണുങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ആണുങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് പെണ്ണുങ്ങളെ മോശമാക്കിയത്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയത് പെണ്ണുങ്ങൾക്ക് വലിയ സ്ഥാനമാണ് ഇസ്ലാമിന് നൽകിയിട്ടുള്ളത്. ആണുങ്ങളെക്കാളും വലിയ സ്ഥാനമാണ്. അവരുടെ വലിയ സംരക്ഷണം, അവർക്കുള്ള എല്ലാവിധ ആദരവും നൽകിയ ദീനാണ് ഇസ്ലാം. പള്ളിയിൽ നിന്ന് അവനെ വിട്ടുകിട്ടിയത് എങ്ങനെയെന്നറിയാം. വളരെ തന്ത്രപൂർവ്വമാണ്. നബി നിരോധിച്ചു. പക്ഷേ ആ നിരോധം എങ്ങനെയാണ്? ഗണ്യമായിട്ട് വ്യക്തമായ നിരോധനമല്ല ലഭിച്ചത്. കാരണം പെണ്ണുങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ദാസികളാണെന്ന് പറയുന്ന യഥാർത്ഥ ഭൂമിയാക്കാവുന്ന പെണ്ണുങ്ങൾ, ആ പെണ്ണുങ്ങളെ നിങ്ങൾ വിലങ്ങേണ്ട ആവശ്യമില്ല. വിലങ്ങേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ആ പെണ്ണുങ്ങളെ വിലങ്ങേണ്ട സ്വഭാവത്തിൽ ഞാൻ വിലങ്ങിയിട്ടുണ്ട്. ആ പെണ്ണുങ്ങൾ അവിടെ വെളിയിൽ പോകാതെ അവർ മുട്ടി നിൽക്കും. നിങ്ങൾ വിലങ്ങേണ്ട, നിങ്ങൾ വിലങ്ങിയിരുത്തുന്ന നിങ്ങൾ വിലങ്ങേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. കാരണം റസൂൽ പിന്നീട് പറഞ്ഞിട്ടുണ്ടാകും ആ ഈ കൽപ്പന തന്നെ ആരോടാണ്? പെണ്ണുങ്ങളുടെ രക്ഷിതാക്കന്മാരോട്, പെണ്ണുങ്ങൾക്കുള്ള ഭർത്താക്കന്മാരോട്, അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന മുസ്ലിം ഭരണകൂടമുണ്ടെങ്കിൽ ആ ഭരണകൂടത്തിനോടാണ് പറയുന്നത്. നിങ്ങൾ തടയാൻ പോകരുത്, നിങ്ങൾ തടയേണ്ട ആവശ്യമില്ല. കാരണം എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചിരിച്ചാൽ അത് ആണുങ്ങളെ ഉണ്ടാവേണ്ടത്, അവിടെ പെണ്ണുങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് മനസ്സിലാക്കാൻ, നല്ല പെണ്ണുങ്ങളാണെങ്കിലും മനസ്സിലാക്കാം, അവിടെ ആണുങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ അങ്ങനെ പോകുന്നത്. അതോടുകൂടെ സുഖത്തും പറഞ്ഞു തോന്നുന്ന വീടാണ് അവർക്ക് ഏറ്റവും ഉത്തമം. അപ്പൊ അള്ളാഹുവിന്റെ ദാസികളായ പെണ്ണുങ്ങളോട് പറയാണ് വീടാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങളിൽ വരില്ല. പിന്നെ ബുദ്ധിവാക്കി പെണ്ണുങ്ങളെക്കാളൊക്കെ പുറപ്പെടുകയാണെങ്കിൽ വലിയ നമ്മൾ മുഷിഞ്ഞ വസ്ത്രമാവണം. വസ്ത്രം തന്നെ എന്താണെന്ന് അത്തരം പൂശരുത്, സുഗന്ധ ദ്രവ്യങ്ങളൊന്നും പൂശരുത്. മാത്രമല്ല വസ്ത്രത്തിൽ നിന്ന് നാറ്റുണ്ടാകുന്ന വസ്ത്രമാവണം. അങ്ങനെ ഞാൻ പറഞ്ഞാണ് ജലവിൽ ഗുജറാത്തിൽ പറഞ്ഞ വാക്കിൽ കണ്ടു അതിന്റെ വാസന ദുർഗന്ധമായിരുന്നു തന്നെ ഉണ്ടാവും. പെണ്ണുങ്ങളെ മോശമാക്കിയതല്ല പ്രശ്നമുള്ള പെണ്ണുങ്ങൾ വില രീതിയിൽ പെണ്ണുറിയിൽ വ്യക്തിനോട് ഇതിന്ന് പുറത്തു പോയെന്നോന്ന് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ തുണിയേക്കിട്ട് വയ്ക്കുമെന്നൊക്കെ അതിൻ്റെ വയ്ക്കുമെന്ന ആ തുണിയിട്ടിട്ട് പോയില്ല നമുക്ക് ഉറപ്പല്ലേ. എന്നതുപോലെ പെണ്ണുങ്ങളോട് പറയാം നിങ്ങൾ ഇങ്ങനെ പോയിക്കോളി പെണ്ണുങ്ങളെ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ പോകില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ പോകണൊരു പതിവ് റസൂലുള്ളാഹിന്റെ കാലത്തില്ലേ, അത് സ്ത്രീകളുടെ കാലത്തില്ല, ഹത്താവിന്റെ കാലത്തില്ല. ആകെ ഒരു പെണ്ണ ഹത്താവിന്റെ കാലത്ത് മൂപ്പര് ഭാര്യ മൂപ്പര് വിലങ്ങില്ല. കാരണം വിലങ്ങേണ്ട ആവശ്യമില്ല. നല്ല പെണ്ണുങ്ങളാണ് ഒരുക്കിയിട്ടുള്ള എത്രയ്ക്ക് ഈ പെണ്ണ് ഒരുക്കിയിട്ടില്ല. അപ്പൊ ഹത്താവ് സുബൈക്ക് ഈ പെണ്ണ് വരുമ്പോൾ അവർ വൈക്കുകയും വിളിച്ചിരുന്നു. എന്നിട്ട് ഈ പെണ്ണിന്റെ ചന്തിക്ക് ഒരു കുത്തും. അപ്പൊ പെണ്ണ് തിരിച്ചു പോയി ഉമറുദ്ദീനുള്ളാഹിനാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഉമറുദ്ദീനുള്ളാഹിനെ വെച്ചിട്ട് പഠിക്കുമ്പോ വന്ന് ഇപ്പൊ എന്ത് പറയാ ഒന്നിന്റെ തന്റെ കാലഘട്ടത്തിലൊക്കെ വന്ന് ഇപ്പൊ ആൾക്കാരെ മോശമായിട്ട് ഞാൻ പള്ളിയിൽ പോകുമ്പോ ഇപ്പൊ ഒളിച്ചു നിന്ന് ചന്തിക്ക് ഒരു കുത്തി അതാണ് ഞാൻ. അപ്പൊ വ്യക്തമായി നിൽക്കുന്നത് ഒരു കൽപ്പന ഇല്ലാതെ പെണ്ണുങ്ങളോട് വളർത്തുക മാനസികമായിട്ടൊരു പ്രയാസം ഇല്ലാത്തവർക്ക് ലഭ്യമായ നിലയ്ക്ക് അത് പെണ്ണുങ്ങളെ നിരോധിച്ചിട്ടുണ്ട്. ജുമാന്റെ ജുമാവിന് നിർബന്ധമില്ല. ജമാഅത്താണെങ്കിൽ ജമാഅത്തിന്റെ സ്വഭാവം നേണ് പള്ളിയിൽ വന്നുകൊണ്ട് കേൾക്കുകയെല്ലാം നടക്കുന്നത് അത് തുടങ്ങുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആണുങ്ങൾ മാത്രമാണ് ഉണ്ടാവുന്നത്. ആ പള്ളിയിലുണ്ടാവും. അങ്ങനത്തെ പള്ളികൾ ആ ആണുങ്ങളെ എങ്ങനത്തെങ്കിലും ആണുങ്ങളാവില്ല. പള്ളി ഉണ്ടാക്കുമ്പോൾ ജനങ്ങൾ മുഴുവൻ സന്തോഷിക്കണം. ആ സ്വഭാവമുള്ള ആണുങ്ങളാവണമെന്നാണ്. അവിടെ ആണുങ്ങൾ ഉണ്ടാവാണ്ട് ആ ആണുങ്ങൾ എങ്ങനത്തെ സ്വഭാവക്കാരാവണം? എല്ലാ നിരത്തിലുള്ള വിശുദ്ധിയും ഇഷ്ടപ്പെടുന്നതായ യഥാർത്ഥ ഭൂമികളാണ് പള്ളിയിൽ ഉണ്ടാക്കുന്നത്. ഒരു യഥാർത്ഥ ഭൂമി പള്ളിയിൽ ഉണ്ടായാൽ
അങ്ങനത്തെ ആളുകളാണ് പള്ളിയുമായി ബന്ധപ്പെടുന്നതെന്ന് വന്നാൽ അതിന്റെ അർത്ഥം എന്താ? ഇവിടുത്തെ സർവ്വ മഹ്ലൂക്കാത്തുകൾക്കും അവനിൽ നിന്നുള്ള ഗുണം പ്രദർശിക്കും. അങ്ങനെയാണോ? ഇവിടെ നമ്മൾ മനുഷ്യന്മാരോട് ഗുണം ചെയ്യണം, മുസ്ലിങ്ങളോട് പ്രത്യേകമായ ഒരു പെരുമാറ്റ രീതി, മറ്റുള്ളവരോടും തന്നെ മനസ്സൗഹാർദ്ദം കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള ഗുണങ്ങൾ അങ്ങനത്തെ കൂടി ചെയ്തുകൊണ്ടുള്ള ഒരു പെരുമാറ്റ രീതി. ഇവിടുത്തെ മൃഗങ്ങളോട് ചില കടപ്പാടുകൾ നമുക്കുണ്ട്, ഇവിടുത്തെ മരങ്ങളോട് കടപ്പാടുകളുണ്ട്, ഇവിടുത്തെ കല്ല് വൃക്ഷങ്ങളോട് കടപ്പാടുകളുണ്ട്, ചെടികളോട് കടപ്പാടുണ്ട്, പറവകളോട് കടപ്പാടുകളുണ്ട്, അപ്പൊ വെള്ളത്തിനോട് കടപ്പാടുണ്ട്. ഇവിടുത്തെ സർവ്വ അള്ളാഹുവിന്റെ മഖ്ലൂഖാത്തിനോടുള്ള കടപ്പാടുകൾ പൂർണ്ണമായി അതിനെ പാലിക്കണ ഒരു ഭൂമി. അതാണ് ഈ വിചാരം. അവിടെ ആന ഉണ്ടാവാൻ പാടുള്ളൂ, ആണുങ്ങൾ ഉണ്ടാവാൻ പാടുള്ളൂ. എങ്ങനത്തെ വിചാരം? യുഹിബ്ബൂന അൻ യതഫഖഹു,